നമസ്കാരം. ക്രാക്ക് JRFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പുരസ്കാരങ്ങളും അത് ലഭിച്ച വർഷവും അത് ലഭിച്ച സാഹിത്യകാരന്മാരും അതിനോടൊപ്പം അവരുടെ കൃതികളുണ്ടെങ്കിൽ അതുമാണ് പരിചയപ്പെടുത്തുന്നത്. ഗവൺമെൻറ് ഓഫ് കേരളയും കേരള സാഹിത്യ അക്കാദമിയും ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സാഹിത്യത്തിനുള്ള ഒരു പരമോന്നത പുരസ്കാരമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 5 ലക്ഷം രൂപയാണ് അതിൻ്റെ സമ്മാന തുക. 1993 മുതലാണ് ഈ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. പേര് പോലെ തന്നെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ നാമധേയത്തിലാണ് ഈ പുരസ്കാരമുള്ളത്. ആർക്കൊക്കെയാണ് ലഭിച്ചതെന്നും വർഷങ്ങളും ഞാൻ പറയാം, എഴുതിയെടുത്ത് പഠിക്കുക. 1993 ശൂരനാട് കുഞ്ഞൻപിള്ള, 1993 ശൂരനാട് കുഞ്ഞൻപിള്ള. 94 തകഴി ശിവശങ്കരപ്പിള്ള, 94 തകഴി ശിവശങ്കരപ്പിള്ള. 95 ബാലാമണിയമ്മ, 95 ബാലാമണിയമ്മ. 96 ഡോക്ടർ KM ജോർജ്, ഡോക്ടർ KM ജോർജ്. 97 വർക്കി, 97 പൊൻകുന്നം വർക്കി. 98 MP അപ്പൻ, 98 MP അപ്പൻ. 99 KP നാരായണ പിഷാരടി, 99 KP നാരായണ പിഷാരടി. 2000 ആണ്ടിൽ പാല നാരായണൻ നായർ, 2000 പാല നാരായണൻ നായർ. 2001 OV വിജയൻ, OV വിജയൻ 2001. 2002 കമലാ സുരയ്യ മാധവിക്കുട്ടി, കമലാദാസ് എന്നറിയപ്പെടുന്ന കമലാ സുരയ്യ 2002. 2003 T പത്മനാഭൻ, 2003 T പത്മനാഭൻ. 2004 ഡോക്ടർ സുകുമാർ അഴീക്കോട്, 2004 സുകുമാർ അഴീക്കോട്. 2005 S ഗുപ്തൻ നായർ, S ഗുപ്തൻ നായർക്ക് 2005 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നു. 2006 കോവിലൻ, കോവിലൻ്റെ യഥാർത്ഥ നാമം VV അയ്യപ്പൻ എന്നാണ്. 2006 കോവിലനാണ് പുരസ്കാരം ലഭിച്ചത്. 2007 ONV കുറുപ്പ്, 2007 ONV. 2008 അക്കിത്തം, അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട്, 2008 അക്കിത്തത്തിനാണ്. 2009 സുഗതകുമാരി, 2009 സുഗതകുമാരി. 2010 ഡോക്ടർ M ലീലാവതി, ഡോക്ടർ M ലീലാവതിക്കാണ് 2010 ഈ പുരസ്കാരം ലഭിച്ചത്. 2011 MT വാസുദേവൻ നായർ, 2011 MT വാസുദേവൻ നായർ. 2012 ആറ്റൂർ രവിവർമ്മ, കവിയായിട്ടുള്ള ആറ്റൂർ രവിവർമ്മയ്ക്കാണ് 2012 പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2013 MK സാനു, 2013 MK സാനു. 2014 വിഷ്ണു നാരായണൻ നമ്പൂതിരി, വിഷ്ണു നാരായണൻ നമ്പൂതിരി 2014. 2015 പുതുശ്ശേരി, 2015 പുതുശ്ശേരി രാമചന്ദ്രൻ. 2016 C രാധാകൃഷ്ണൻ, 2016 C രാധാകൃഷ്ണൻ. 2017 K സച്ചിദാനന്ദൻ, 2017 K സച്ചിദാനന്ദൻ. 2018 M മുകുന്ദൻ, 2018 M മുകുന്ദൻ. 2019 ആനന്ദ്, 2019 ആനന്ദ്. 2020 സക്കറിയ, 20 സക്കറിയ. 2021 P വത്സല, 2021 P വത്സല. 2022 സേതു, 2022 സേതു. 2023 SK വസന്തൻ, SK വസന്തൻ മാഷിനാണ് 2023
പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയവരുടെ ഗണം. UGC നെറ്റിന് ചോദിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവരുടെ ഗണം അല്ലെങ്കിൽ കാലക്രമം എന്നുള്ള രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് കാലക്രമമായിട്ട് പഠിക്കാൻ വേണ്ടി അവരുടെ പേരുകൾ വെച്ചിട്ടൊരു കോഡ് ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ഒരു പാട്ട് പോലെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അല്ലാത്തവർ വർഷവും കാലവും പേരും ഒരുപോലെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. അടുത്ത അവാർഡ് വയലാർ അവാർഡാണ്. മികച്ച സാഹിത്യകൃതിക്ക് കൊടുക്കുന്ന അവാർഡാണ് വയലാർ അവാർഡ്. മുൻപ് 2014 വരെ 25,000 രൂപയായിരുന്നു ഇതിൻ്റെ സമ്മാന തുകയായിട്ട് നൽകിയിരുന്നത്. വയലാർ അവാർഡ് നൽകുന്നതിൻ്റെ ട്രസ്റ്റാണ്. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവുമാണ് ഇപ്പോഴത്തെ പുരസ്കാരം. ഒക്ടോബർ 27-നാണ് ഈ അവാർഡ് സമ്മാനിക്കുന്നത്. അത് ലഭിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്താം. 1977 മുതലാണ് ഈ അവാർഡ് വയലാറിൻ്റെ നാമധേയത്തിലുള്ള, വയലാർ രാമവർമ്മയുടെ നാമധേയത്തിലുള്ള ഈ അവാർഡ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. 1977 ലഭിച്ചിരിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിനാണ്. അഗ്നിസാക്ഷി എന്നുള്ള നോവലിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷി 1977 ആ നോവലിന് അവാർഡ് നൽകുന്നത്. ഈ നോവൽ പിന്നീട് ശ്യാമപ്രസാദ് സിനിമയാക്കുകയും ചെയ്തു. അഗ്നിസാക്ഷി എന്ന പേരിൽ തന്നെ ശ്യാമപ്രസാദ് ഇത് സിനിമയാക്കിയിട്ടുണ്ട്. 1978 PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ, 1978 PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള കൃതിക്കാണ് വയലാർ അവാർഡ്. അതിലെ പ്രധാന കഥാപാത്രമായി വരുന്നത് പാഞ്ചാലിയാണ്. മഹാഭാരതത്തെ ഉപജീവിച്ചിട്ടുണ്ടായിട്ടുള്ളൊരു നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. 1979 മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യന്ത്രം എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യന്ത്രം എന്ന നോവലിനാണ് 79 പുരസ്കാരം ലഭിച്ചത്. യന്ത്രം എന്ന നോവൽ ഒരു ചട്ടക്കൂടിനെ, ഒരു വ്യവസ്ഥയെ കാണിക്കുന്നൊരു നോവലാണ്. നമ്മുടെ ഭരണചക്രം തിരിക്കുന്നത് എങ്ങനെയെന്നുള്ള പ്രധാനമായിട്ടുള്ള ഒരു കഥ തന്തു എടുത്തുകൊണ്ടാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത്. ഇനി 1980 തകഴി കയർ എന്ന് പറഞ്ഞിരിക്കുന്ന നോവലാണ് പുരസ്കാരാർഹമായിരിക്കുന്നത്. തകഴിയുടെ കയറിനാണ് 1980 വയലാർ അവാർഡ് ലഭിച്ചത്. കയറും അതുപോലെ തന്നെ അതിൻ്റെ ഞാൻ ചോദ്യപേപ്പർ ചെയ്തപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം വരുന്ന വരികളൊക്കെയും ചോദ്യത്തിൽ വന്നത് പറഞ്ഞിരുന്നു. അത് ആ വീഡിയോകൾ കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. 1981 വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, വൈലോപ്പിള്ളിക്ക് മകരക്കൊയ്ത്തിനാണ് വയലാർ ലഭിച്ചിരിക്കുന്നത്. ഈ പറയുന്ന കൃതികൾ കൂടി പഠിക്കണം എന്നുള്ളതാണ് ഈ ഒരു അവാർഡിൻ്റെ ഒരു പ്രത്യേകത. കാരണം വയലാർ അവാർഡ് ലഭിച്ച കൃതികളുടെ ഗണവും UGC നെറ്റിൻ്റെ ചോദ്യമാണ്. വൈലോപ്പിള്ളിയുടെ മകരക്കൊയ്ത്തിനാണ് അവാർഡ് ലഭിച്ചത് 81. 82 ONV കുറുപ്പിൻ്റെ ഉപ്പിനാണ് ONV കുറുപ്പിന് 82 ഈ പുരസ്കാരം ലഭിച്ചത്. ഉപ്പ്. 83 വിലാസിനി, MK മേനോൻ എന്നുള്ള നാമധേയമുള്ള വിലാസിനി, യഥാർത്ഥ പേരാണ് MK മേനോൻ. അദ്ദേഹത്തിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞ നോവലാണ് പുരസ്കാരാർഹമായത്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. 1983 വിലാസിനിക്ക് അതിന് അവാർഡ് ലഭിക്കുന്നു. 84 സുഗതകുമാരിയുടെ അമ്പലമണി, 84 സുഗതകുമാരി ടീച്ചറുടെ അമ്പലമണിക്ക് പുരസ്കാരം ലഭിച്ചു. 85 MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന് പറയുന്ന മഹാഭാരതത്തെ ഉപജീവിച്ചിട്ടുണ്ടായിട്ടുള്ള മികച്ച കൃതികളിലൊന്ന് തന്നെയായിട്ടുള്ള ഭീമൻ നായകനായിട്ട് വരുന്ന കൃതിയാണ് രണ്ടാമൂഴം. MT വാസുദേവൻ നായർക്ക് അതിന് വയലാർ അവാർഡ് ലഭിച്ചത് 85. ഈ കടലിന് കറുത്ത നിറമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമൂഴം തുടങ്ങുന്നത്. അത് ചോദ്യമാണ്. 86 NN കക്കാടിന് സഫലമീ യാത്രയ്ക്ക് വയലാർ അവാർഡ് ലഭിക്കുന്നു. 86 NN കക്കാടിന് സഫലമീ യാത്ര, ആർദ്രമീധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി, അങ്ങനെയാണ് സഫലമീ യാത്ര തുടങ്ങുന്നത്. സഫലമീ യാത്രയ്ക്ക് 86 പുരസ്കാരം ലഭിക്കുന്നു. 87 N കൃഷ്ണപിള്ളയുടെ
പ്രതിപാത്രം ഭാഷണഭേദം, എൻ കൃഷ്ണപിള്ളയുടെ കൃതിയായിട്ടുള്ള പ്രതിപാത്രം ഭാഷണഭേദം, സി വി രാമൻപിള്ളയുടെ നോവലുകളിലെ സംഭാഷണങ്ങളും കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളും ശൈലിയും ഒക്കെ പഠിക്കപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമായിട്ട് വന്നതാണ് പ്രതിപാത്രം ഭാഷണഭേദം. അതിന് 87 വയലാർ അവാർഡ് ലഭിച്ചു. 88 തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകൾക്ക് പുരസ്കാരം ലഭിച്ചു. 88 തിരുനെല്ലൂർ കരുണാകരനാണ് പുരസ്കാരം, അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. 89 ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി എന്ന കൃതിക്ക് അവാർഡ് ലഭിച്ചു. 89 തത്വമസിക്ക് സുകുമാർ അഴീക്കോടിന് അവാർഡ് ലഭിക്കുന്നു. 90 സി രാധാകൃഷ്ണന് മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന് പറഞ്ഞ കൃതിക്കാണ് സി രാധാകൃഷ്ണന് 90 പുരസ്കാരം ലഭിച്ചത്. 91 ഒ വി വിജയന് ഗുരുസാഗരം എന്ന് പറഞ്ഞ നോവലിന് പുരസ്കാരം ലഭിച്ചു. ഒ വി വിജയൻ്റെ ഗുരുസാഗരമാണ് വയലാർ അവാർഡ് നേടിയ കൃതി. 92 എം കെ സാനുവിന് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്രപരമായ അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പ് എന്നുള്ള എല്ലാ വിഭാഗത്തിലും പെടുത്താവുന്ന രീതിയിൽ ജീവചരിത്രത്തിലാണ് അത് വരുന്നത്. അപ്പോൾ ആ ഒരു കൃതിക്കാണ് എം കെ സാനു മാഷിന് പുരസ്കാരം ലഭിച്ചത്. 92 ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. 93 ആനന്ദിന് പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പി സച്ചിദാനന്ദൻ, കെ സച്ചിദാനന്ദൻ കവിയും പി സച്ചിദാനന്ദൻ ആനന്ദുമാണെന്ന് ഓർക്കണം. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന നോവലിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത്. മരുഭൂമികൾ ഉണ്ടാകുന്നത്. 94 കെ സുരേന്ദ്രൻ ഗുരു എന്ന് പറഞ്ഞിരിക്കുന്ന നോവലിന് പുരസ്കാരാർഹനായി. കെ സുരേന്ദ്രൻ്റെ ഗുരു എന്ന് പറഞ്ഞ നോവലാണ് 94 പുരസ്കാരം ലഭിച്ചത്. 95 തിക്കോടിയൻ്റെ അരങ്ങു കാണാത്ത നടനാണ് 95 പുരസ്കാരാർഹമായത്. 96 പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ 96 പുരസ്കാരാർഹമായി. ഈ കൃതിയുടെ പ്രത്യേകത, ഇതിലെ നായകനായിട്ട് വരുന്നത് പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരൻ, സാഹിത്യകാരനായിരിക്കുന്ന ദസ്തയേവ്സ്കിയാണ് എന്നുള്ളതാണ്. ദസ്തയേവ്സ്കിയും അന്നയുമാണ് ഇതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഒരു സങ്കീർത്തനം പോലെ 96 പുരസ്കാരാർഹമായി. 97 മാധവിക്കുട്ടിക്ക് ഓർമ്മക്കുറിപ്പുകളായ അല്ലെ ബാല്യകാല സ്മരണകൾ ആയിട്ടുള്ള നീർമാതളം പൂത്ത കാലം എന്ന കൃതിക്ക് നീർമാതളത്തിന് മാധവിക്കുട്ടിക്ക് 97 വയലാർ അവാർഡ് ലഭിച്ചു. 98 എസ് ഗുപ്തൻ നായർക്ക് സൃഷ്ടിയും സ്രഷ്ടാവും എന്ന കൃതിക്ക് 98 ഗുപ്തൻ നായർക്ക് പുരസ്കാരം ലഭിക്കുന്നു. 99 കോവിലന് തട്ടകം എന്ന് പറഞ്ഞുള്ള കൃതിക്ക്, തട്ടകം നോവലാണ്, കണ്ടാണിശ്ശേരി എന്ന് പറഞ്ഞിരിക്കുന്ന ദേശം കാണിക്കുന്ന നോവലാണ് തട്ടകം. ഉണ്ണീരി മുത്തപ്പൻ ചന്തയ്ക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. അത് ചോദ്യമായിരുന്നു. അത് കോവിലൻ്റെയാണ്. കോവിലൻ്റെ യഥാർത്ഥ നാമം വി അയ്യപ്പൻ എന്നാണ്. 99 പുരസ്കാരം അതിന് ലഭിച്ചു. 2000 എം വി ദേവന് അവാർഡ് ലഭിക്കുന്നു. എം വി ദേവൻ്റെ ദേവസ്പന്ദനം എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എം വി ദേവൻ്റെ ദേവസ്പന്ദനം എന്ന കൃതിയാണ് പുരസ്കാരാർഹമായത്. 2001 ടി പത്മനാഭൻ്റെ പുഴ കടന്നു മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ചെറുകഥാ സമാഹാരമാണ് പുഴ കടന്നു മരങ്ങളുടെ ഇടയിലേക്ക്. ടി പത്മനാഭൻ ചെറുകഥാകൃത്താണ്, നോവലുകളൊന്നും എഴുതിയിട്ടില്ല. 2001 അദ്ദേഹത്തിന് പുഴ കടന്നു മരങ്ങളുടെ ഇടയിലേക്ക് എന്നുള്ള കൃതിക്ക് പുരസ്കാരം കിട്ടി. 2002 കെ അയ്യപ്പ പണിക്കർക്ക് അദ്ദേഹത്തിൻ്റെ കവിതകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. കെ അയ്യപ്പ പണിക്കരുടെ കവിതകൾ എന്ന കൃതിക്ക് 2002 പുരസ്കാരം ലഭിച്ചു. അദ്ദേഹം അത് ഏറ്റുവാങ്ങാൻ വിസമ്മതിച്ചിരുന്നു എന്നുള്ളതാണ് അന്നത്തെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്. 2003 എം മുകുന്ദന് കേശവൻ്റെ വിലാപങ്ങൾ എന്ന് പറഞ്ഞ കൃതിക്ക് പുരസ്കാരം ലഭിക്കുന്നു. 2003 എം മുകുന്ദന് കേശവൻ്റെ വിലാപങ്ങൾ എന്ന നോവലിന് പുരസ്കാരം കിട്ടി. EMS കഥാപാത്രമായി വരുന്ന ഒരു കൃതി കൂടിയാണ് ഈ കേശവൻ്റെ വിലാപങ്ങൾ.
2004 സാറ ജോസഫിന് ആലാഹയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞ നോവലിന് പുരസ്കാരം ലഭിക്കുന്നു. ആലാഹയുടെ പെൺമക്കൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് ആ നോവൽ. കൊക്കാഞ്ചിറ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് അതിനകത്തെ പ്രതിപാദ്യം. ആനി, അതുപോലെ മറിഞ്ചേർത്തി ഒക്കെ കഥാപാത്രങ്ങളായി വരുന്നത് ഈ ഒരു 2004 അവാർഡിന് അർഹമായിരിക്കുന്ന ആലാഹയുടെ പെൺമക്കളിലാണ്. 2005 കെ എസ് സച്ചിദാനന്ദൻ കവിയാണ്. സച്ചിദാനന്ദൻ മാഷിൻ്റെ സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന കവിതയ്ക്ക്, സാക്ഷ്യങ്ങളുടെ പ്രത്യേകത ഗുജറാത്ത് കലാപം അടിസ്ഥാനപ്പെടുത്തി വന്നിരിക്കുന്ന കവിതയാണ് സാക്ഷ്യങ്ങൾ. അതിനാണ് 2005 വയലാർ ലഭിക്കുന്നത്. 2006 സേതുവിന് അടയാളങ്ങൾ എന്ന കൃതിക്ക് അവാർഡ് ലഭിക്കുന്നു. അടയാളങ്ങൾ എന്ന നോവലിൽ പ്രിയംവദയാണ് കഥാപാത്രമായിട്ട് വരുന്നത്. സേതുവിന് 2006 വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അടയാളങ്ങൾ. 2007 ഡോക്ടർ എം ലീലാവതിക്ക് അപ്പുവിൻ്റെ അന്വേഷണം എന്ന കൃതിക്ക് അവാർഡ് ലഭിക്കുന്നു. അപ്പുവിൻ്റെ അന്വേഷണം ഒരു പഠന ഗ്രന്ഥമാണ്. ലീലാവതി ടീച്ചർക്ക് അതിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2008 എം പി വീരേന്ദ്രകുമാറിന് ഹൈമവധഭൂവിൽ എന്ന കൃതിക്ക്, അത് സഞ്ചാര സാഹിത്യത്തിൽപ്പെടുന്ന കൃതിയാണ് ഹൈമവധഭൂവിൽ. എം പി വീരേന്ദ്രകുമാറിന് 2008 വയലാർ ലഭിച്ചത് ആ കൃതിക്കാണ്. 2009 എം തോമസ് മാത്യു മാരാർ ലാവണ്യാനുഭവത്തിൻ്റെ യുക്തിശില്പം എന്ന ഒരു കൃതി എഴുതിയിരുന്നു. ആ കൃതിക്കാണ് 2009 വയലാർ അവാർഡ് എം തോമസ് മാത്യുവിന് ലഭിച്ചത്. മാരാർ ലാവണ്യാനുഭവത്തിൻ്റെ യുക്തിശില്പം. 2010 വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് ചാരുലത എന്ന കൃതിക്ക് പുരസ്കാരം ലഭിച്ചു. 2010 വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ചാരുലതയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നു. 2011 കെ പി രാമനുണ്ണിയുടെ ജീവിതത്തിൻ്റെ പുസ്തകം. മുൻപ് പറഞ്ഞ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ചാരുലത കവിതാ സമാഹാരമാണ്. വിഷ്ണുനാരായണൻ നമ്പൂതിരി കവിയാണെന്നുകൂടി ഓർക്കണം. കെ പി രാമനുണ്ണി നോവലിസ്റ്റാണ്. ജീവിതത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്ന നോവലിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കെ പി രാമനുണ്ണിക്ക് ജീവിതത്തിൻ്റെ പുസ്തകം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2012 അക്കിത്തത്തിന് അന്തിമഹാകാലം എന്ന കവിതാ സമാഹാരത്തിന് പുരസ്കാരം ലഭിച്ചു. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് അന്തിമഹാകാലം എന്ന കൃതിക്ക് പുരസ്കാരം 2012 ലഭിക്കുന്നു. 2013 വയലാർ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. ശ്യാമമാധവം എന്ന സമാഹാരത്തിനാണ് ലഭിച്ചത്. പ്രഭാവർമ്മയുടെ ശ്യാമമാധവം എന്ന കവിതാ സമാഹാരം 2013 പുരസ്കാരാർഹമായി. 2014 കെ ആർ മീരയുടെ ആരാച്ചാർ പുരസ്കാരാർഹമായി. കെ ആർ മീരയുടെ ആരാച്ചാർക്കാണ് വയലാർ അവാർഡ് 2014 ലഭിച്ചിരിക്കുന്നത്. 2015 സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യന് ഒരാമുഖം പുരസ്കാരം നേടി. 2015 സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യന് ഒരാമുഖം പുരസ്കാരം നേടി. 2016 യു കെ കുമാരൻ്റെ തക്ഷൻകുന്ന് സ്വരൂപം. 2016 യു കെ കുമാരൻ്റെ തക്ഷൻകുന്ന് സ്വരൂപം. ചില കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൽ ആരാച്ചാർ എന്ന് പറഞ്ഞ കൃതിയിൽ ചേതന ഗൃത മല്ലിക് നായിക ആയിട്ട് വരുന്നതാണ്. ആരാച്ചാർ എന്ന് പറഞ്ഞ കൃതി നോവൽ, കെ ആർ മീരയുടെ നോവലാണ്. അത് ചോദ്യമായിട്ട് വരുന്നതാണ്. സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യന് ഒരു ആമുഖം തച്ചനക്കര എന്ന് പറഞ്ഞിരിക്കുന്ന ദേശത്തെയാണ് പ്രതിപാദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. അവിടെ നാറാപിള്ള, ജിതേന്ദ്രൻ തുടങ്ങിയവരൊക്കെ കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അതിൽ. അതുപോലെ തന്നെ പൂർണ്ണ വളർച്ചയെത്തും മുൻപ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു വരിയുണ്ട് അതിൽ തുടങ്ങുന്നത്. അപ്പോൾ അതും ചോദ്യമാണ്. മനുഷ്യന് ഒരാമുഖം. തക്ഷൻകുന്ന് സ്വരൂപത്തിലാണ് കെ കേളപ്പനൊക്കെ കഥാപാത്രമായിട്ട് വരുന്നത്. കെ കേളപ്പൻ ഒരു പ്രമുഖ വ്യക്തി എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്നൊരു വ്യക്തിയാണ്. അതുപോലെ രാമർ ആണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. രാമർ എന്നുള്ളതാണ്, രാമർ എന്നുള്ള അതാണ് ചോദ്യങ്ങളിൽ കാണാറുള്ളത്. തക്ഷൻകുന്ന് സ്വരൂപം ഒരു ദേശത്തിൻ്റെ, തക്ഷൻകുന്ന് എന്ന ദേശത്തിൻ്റെ ഒരു കഥയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്വാതന്ത്ര്യ കാലഘട്ടമൊക്കെയും വരുന്നൊരു നോവലാണ് തക്ഷൻകുന്ന് സ്വരൂപം.
2017 TD രാമകൃഷ്ണന് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ആ നോവലിനെ കുറിച്ച് ഞാൻ UGC നെറ്റിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് ഇട്ടിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യുക. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി അതിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് TD രാമകൃഷ്ണന്. 2018 KV മോഹൻകുമാറിൻ്റെ ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞിരിക്കുന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഉഷ്ണരാശി എന്ന നോവലിന് 2018 KV മോഹൻകുമാർ പുരസ്കാരാർഹനായി. 2019 VJ ജെയിംസിൻ്റെ നിരീശ്വരൻ 2019 VJ ജെയിംസിൻ്റെ നിരീശ്വരൻ പുരസ്കാരാർഹമായി. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഏഴാച്ചേരി രാമചന്ദ്രൻ കവിയാണ്. 2021 ബെന്യാമീൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവൽ പുരസ്കാരാർഹമായി. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവൽ 2021 പുരസ്കാരത്തിന് അർഹമായി. 2022 S. ഹരീഷിൻ്റെ മീശ എന്ന നോവലാണ് പുരസ്കാരം നേടിയത്. മീശയ്ക്ക് 2022 S. ഹരീഷിന് വയലാർ അവാർഡ് ലഭിച്ചു. 2023 ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നു. ജീവിതം ഒരു പെൻഡുലം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ച ആത്മകഥയാണ്. അതിന് 2023 കവിയും ഗാനരചയിതാവുമായിട്ടുള്ള ശ്രീകുമാരൻ തമ്പിക്ക് പുരസ്കാരം ലഭിക്കുന്നു. ഇത്രയുമാണ് വയലാർ അവാർഡ് ലഭിച്ചവരും അവരുടെ വർഷങ്ങളും അവയുടെ കൃതികളും ഉൾപ്പെടുന്ന ഗണം. ചോദിച്ചാൽ കൃത്യമായി എഴുതാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. UGCയുടെ ചോദ്യങ്ങളാണ് ഞാൻ ഇടയ്ക്ക് ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു പോയത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് ഇനി പറയാൻ പോകുന്നത്. 1,00,000 രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. നൽകുന്നത് സാഹിത്യ അക്കാദമിയാണ്. പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള സാഹിത്യകൃതികൾക്കാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. 24 ഭാഷകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 22 ഭാഷകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനയിൽ അനുശാസിക്കുന്ന ഭാഷകളാണ്. ഈ പുരസ്കാരം നൽകി വരുന്നത് 1955 മുതലാണ്. 1955 ആദ്യമായി ഈ പുരസ്കാരാർഹനായിരിക്കുന്നത് R. നാരായണപ്പണിക്കരാണ്. ഭാഷാ സാഹിത്യ ചരിത്രം എന്ന കൃതിക്കാണ്, സാഹിത്യചരിത്ര പുസ്തകമായിട്ടുള്ള ഭാഷാ സാഹിത്യ ചരിത്രം എന്ന കൃതിക്കാണ് R. നാരായണപ്പണിക്കർക്ക് 1955 പുരസ്കാരം ലഭിക്കുന്നത്. 1956 IC ചാക്കോ പാണിനീയ പ്രദ്യോതം എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യാകരണ സംബന്ധമായ കൃതിക്കാണ് ലഭിക്കുന്നത്. പാണിനീയ പ്രദ്യോതം എന്ന് പറഞ്ഞിരിക്കുന്ന കേരള പാണിനീയത്തിൻ്റെ ഒരു വിമർശനാത്മകമൊക്കെ ആയിട്ടുള്ള ഒരു കൃതിയാണ് IC ചാക്കോയുടെ കൃതി. 1957 തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിന് പുരസ്കാരം ലഭിച്ചു. 1957 തകഴിക്ക് ചെമ്മീന് പുരസ്കാരം ലഭിക്കുന്നു. ചെമ്മീൻ പിന്നീട് രാമു കാര്യേട്ടൻ്റെ സംവിധാനത്തിൽ SL പുരം സദാനന്ദൻ തിരക്കഥ എഴുതി സിനിമയാവുകയും ചെയ്തിട്ടുണ്ട്. 1958 KP കേശവമേനോന് കഴിഞ്ഞ കാലം എന്ന കൃതിക്ക് പുരസ്കാരം ലഭിച്ചു. കഴിഞ്ഞ കാലം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. KP കേശവമേനോൻ 1958 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അർഹനായി. 1960 ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബിന് സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറഞ്ഞിരിക്കുന്ന നോവലിന് പുരസ്കാരം ലഭിക്കുന്നു. സുന്ദരികളും സുന്ദരന്മാരും വിശ്വം എന്ന കഥാപാത്രമാണ് സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ വരുന്നത്. 1963 G. ശങ്കരക്കുറുപ്പിന് വിശ്വദർശനം എന്ന കവിതയ്ക്ക് പുരസ്കാരം ലഭിച്ചു. 1963
63 ജി ശങ്കരക്കുറുപ്പിൻ്റെ വിശ്വദർശനം എന്ന സമാഹാരത്തിന് പുരസ്കാരം ലഭിക്കുന്നു. 1964 പി കേശവദേവന് അയൽക്കാർ എന്ന നോവലിന് പുരസ്കാരം ലഭിച്ചു. 1964 പി കേശവദേവന് അയൽക്കാർ എന്ന നോവലിന് പുരസ്കാരം ലഭിക്കുന്നു. 1965 എൻ ബാലാമണിയമ്മയ്ക്ക് മുത്തശ്ശി എന്ന് പറഞ്ഞിരിക്കുന്ന കവിതയ്ക്ക് പുരസ്കാരം ലഭിച്ചു. 1965 ബാലാമണിയമ്മ മുത്തശ്ശി എന്ന കവിതയ്ക്ക് പുരസ്കാരം നേടി. 1966 കെ എം കുട്ടിക്കൃഷ്ണ മാരാർക്ക് കല ജീവിതം തന്നെ എന്ന കൃതിക്ക് പുരസ്കാരം ലഭിച്ചു. കുട്ടിക്കൃഷ്ണ മാരാർക്ക് കല ജീവിതം തന്നെ എന്ന നിരൂപണാത്മകമായിട്ടുള്ള കൃതിക്ക് പുരസ്കാരം ലഭിച്ചു. 1967 പി കുഞ്ഞിരാമൻ നായർക്ക് താമരത്തോണി എന്ന കവിതാ സമാഹാരത്തിന് പുരസ്കാരം ലഭിക്കുന്നു. 1967 പി കുഞ്ഞിരാമൻ നായർക്ക് താമരത്തോണിക്ക് പുരസ്കാരം ലഭിച്ചു. 1969 ഇടശ്ശേരി ഗോവിന്ദൻ നായർക്ക് പുരസ്കാരം ലഭിച്ചത് കാവിലെ പാട്ടിനാണ്. 1969 പുരസ്കാരം ഇടശ്ശേരി ഗോവിന്ദൻ നായർക്കാണ്. അത് കാവിലെ പാട്ട് എന്ന കൃതിക്കാണ്. 1970 എം ടി വാസുദേവൻ നായർക്ക് കാലം എന്ന നോവലിന് പുരസ്കാരം ലഭിച്ചു. കാലം എന്ന നോവലിൽ കഥാപാത്രമായി വരുന്നത് സേതുവാണ്. സേതു. 1970 പുരസ്കാരം കാലത്തിനാണ്. 1971 പുരസ്കാരം വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. അദ്ദേഹത്തിൻ്റെ വിട എന്ന കാവ്യസമാഹാരത്തിനാണ് അവാർഡ്. വിട എന്ന കാവ്യസമാഹാരത്തിനാണ് വൈലോപ്പിള്ളിക്ക് 1971 കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിക്കുന്നത്. 1972 എസ് കെ പൊറ്റക്കാടിന് ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിന് പുരസ്കാരം ലഭിക്കുന്നു. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ അതിരാണിപ്പാടം എന്ന ദേശം ആസ്പദമാക്കി അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ശ്രീധരനാണ് അതിലെ കഥാപാത്രമായിട്ട് വരുന്നത്, പ്രധാനപ്പെട്ട കഥാപാത്രം. ഒരുപാട് കഥാപാത്രങ്ങളുള്ള നോവൽ, ഒരു ബൃഹത്തായ നോവൽ കൂടിയാണ് ഒരു ദേശത്തിൻ്റെ കഥ. 1972 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു. 1973 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ബലിദർശനത്തിന് പുരസ്കാരം ലഭിച്ചു. അക്കിത്തത്തിന് 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത് ബലിദർശനം എന്ന കവിത സമാഹാരമാണ്. 1974 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കാമസുരഭി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൃതിക്ക് അവാർഡിന് അർഹനായി. കാമസുരഭി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. 1975 ONV അക്ഷരം എന്ന കൃതിയിലൂടെ അവാർഡിന് അർഹനായി. അക്ഷരം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കാവ്യസമാഹാരത്തിനാണ് 1975 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 1976 ചെറുകാടിന് ജീവിതപാത എന്ന കൃതി, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിതപാത. ചെറുകാട് നാരായണ പിഷാരടിക്ക് 1976 ആ പുരസ്കാരം ലഭിക്കുന്നത്. 1977 ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി, മുൻപ് ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതിയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതിയാണ് അഗ്നിസാക്ഷി. 1977 ഇതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1978 സുഗതകുമാരി ടീച്ചർക്ക് രാത്രിമഴ എന്ന കാവ്യസമാഹാരത്തിന് പുരസ്കാരം ലഭിക്കുന്നു. 1978 സുഗതകുമാരി ടീച്ചർക്ക് രാത്രിമഴയ്ക്ക് പുരസ്കാരം ലഭിച്ചു. 1979 NV കൃഷ്ണവാര്യരുടെ വള്ളത്തോളിൻ്റെ കാവ്യശില്പം എന്ന കൃതി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി. വള്ളത്തോളിൻ്റെ കാവ്യശില്പം എന്ന കൃതി എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. 1979 പുരസ്കാരം ഈ കൃതിക്കാണ്. 1980 പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന കൃതികൾ, 1980 പുനത്തിലിൻ്റെ സ്മാരകശിലകൾ എന്ന കൃതി അവാർഡിന് അർഹമായി. 1981 വിലാസിനി MK മേനോൻ്റെ അവകാശികൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി. 1981 അവകാശികൾ പുരസ്കാരത്തിന് അർഹമായി. 82 VKൻ്റെ പയ്യൻ കഥകൾ, 82 VKൻ്റെ പയ്യൻ കഥകൾ പുരസ്കാരത്തിൻ്റെ അർഹനായി. 83 S ഗുപ്തൻ നായരുടെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ പുരസ്കാരത്തിന് അർഹമായി.
1983 എസ് ഗുപ്തൻ നായരുടെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ പുരസ്കാരാർഹമായി. 84 കെ അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 85 ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി. ഈ കൃതിക്ക് വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി 85 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി. ഡോക്ടർ എം ലീലാവതി ടീച്ചർക്ക് 86 കവിതാധ്വനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിക്കുന്നു. കവിതാധ്വനിക്ക് 86 ഡോക്ടർ എം ലീലാവതി ടീച്ചർക്ക് അവാർഡ് ലഭിക്കുന്നത്. 87 എൻ കൃഷ്ണപിള്ളയ്ക്ക് പ്രതിപാത്രം ഭാഷണഭേദം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിക്കുന്നു. ഈ കൃതി വയലാർ അവാർഡ് നേടിയ കൃതിയാണ്. പ്രതിപാത്രം ഭാഷണഭേദം എൻ കൃഷ്ണപിള്ള 1987 ഈ പുരസ്കാരം നേടി. 88 കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ചിരിക്കുന്നത് ഇ ഹരികുമാറിനാണ്. കഥാസമാഹാരത്തിനാണ് ലഭിച്ചത്. ദിനോസറിൻ്റെ കുട്ടി എന്ന കഥാസമാഹാരത്തിന് ഇ ഹരികുമാർ പുരസ്കാരാർഹനായി. 1988 തന്നെ സി രാധാകൃഷ്ണൻ സ്പന്ദമാപിനികളെ നന്ദി എന്ന കൃതിക്ക് പുരസ്കാരാർഹനായി. 88 2 പേർക്കായിരുന്നു പുരസ്കാരം, ഇ ഹരികുമാറിനും സി രാധാകൃഷ്ണനും. 1989 ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന് നിഴലാന എന്ന കവിതാ സമാഹാരത്തിന് പുരസ്കാരം ലഭിക്കുന്നു. 1989 ഒളപ്പമണ്ണയുടെ നിഴലാനയ്ക്ക് പുരസ്കാരം ലഭിച്ചു. 1990 ഒ വി വിജയൻ്റെ ഗുരുസാഗരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി. വയലാർ അവാർഡിന് അർഹമായിട്ടുള്ള കൃതിയാണ് ഗുരുസാഗരം. അതിന് തന്നെയാണ് ഒ വി വിജയന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിരിക്കുന്നത്. 1991 എം പി ശങ്കുണ്ണി നായരുടെ ഛത്രവും ചാമരവും എന്ന കൃതി പുരസ്കാരാർഹമായി. ഛത്രവും ചാമരവും കാളിദാസ കൃതികളെക്കുറിച്ചുള്ള പഠനമാണ്. എം പി ശങ്കുണ്ണി നായർക്കാണ് 91 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 1992 എം മുകുന്ദന് ദൈവത്തിൻ്റെ വികൃതികൾ എന്ന നോവലിന് പുരസ്കാരം ലഭിക്കുന്നു. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന നോവലിന് എം മുകുന്ദന് പുരസ്കാരം ലഭിക്കുന്നു. ഇത് പിന്നീട് സിനിമയാക്കപ്പെടുകയും ചെയ്ത കൃതിയാണ്. 92 പുരസ്കാരം നേടിയ ദൈവത്തിൻ്റെ വികൃതികൾ. 93 എൻ പി മുഹമ്മദിന് ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവലിന് പുരസ്കാരം ലഭിക്കുന്നു. ശ്രദ്ധിക്കുക, ഇത് കെ ടി മുഹമ്മദല്ല, എൻ പി മുഹമ്മദാണ്. നാടകകൃത്താണ് കെ ടി മുഹമ്മദ്. എൻ പി മുഹമ്മദ് നോവലിസ്റ്റാണ്. ദൈവത്തിൻ്റെ കണ്ണ് എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. 1994 വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഉജ്ജയിനിയിലെ രാപ്പകലുകൾ എന്ന കവിതാ സമാഹാരത്തിന് വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1995 തിക്കോടിയൻ്റെ ആത്മകഥയായിട്ടുള്ള തിക്കോടിയൻ്റെ യഥാർത്ഥ നാമം പി കുഞ്ഞനന്ദൻ നായർ എന്നാണ്. അദ്ദേഹത്തിന് അരങ്ങു കാണാത്ത നടൻ എന്ന ആത്മകഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അരങ്ങു കാണാത്ത നടൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തിക്കോടിയന് നേടിക്കൊടുത്തു. 96 ടി പത്മനാഭൻ്റെ കഥാസമാഹാരമായ ഗൗരിക്ക് പുരസ്കാരം ലഭിക്കുന്നു. ഗൗരിക്ക് ടി പത്മനാഭന് 96 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു. 1997 ആനന്ദിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഗോവർദ്ധനൻ്റെ യാത്രകൾ എന്ന നോവലിനാണ് പുരസ്കാരം. ഗോവർദ്ധനൻ്റെ യാത്രകൾക്ക് ആനന്ദ് എന്ന പി സച്ചിദാനന്ദന് 97 പുരസ്കാരം ലഭിച്ചു. 98 കോവിലന് തട്ടകത്തിന് പുരസ്കാരം ലഭിക്കുന്നു. ഇത് വയലാർ അവാർഡ് നേടിയ കൃതിയാണ്. വി വി അയ്യപ്പൻ എന്ന കോവിലന് തട്ടകത്തിന് പുരസ്കാരം 98 ലഭിച്ചു. 99 സി വി ശ്രീരാമൻ്റെ കഥകൾക്ക് പുരസ്കാരം ലഭിക്കുന്നു. 99 സി വി ശ്രീരാമനാണ് പുരസ്കാരം. 2000
ആർ രാമചന്ദ്രന് അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് പുരസ്കാരം ലഭിക്കുന്നു. ആർ രാമചന്ദ്രൻ്റെ കവിതകൾ എന്ന സമാഹാരത്തിന് 2000 പുരസ്കാരം ലഭിച്ചു. 2001 ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിന് പുരസ്കാരം ലഭിക്കുന്നു. 2002 KG ശങ്കരപ്പിള്ളയ്ക്ക് KGSൻ്റെ കവിതകൾക്ക് പുരസ്കാരം ലഭിക്കുന്നു. KG ശങ്കരപ്പിള്ളയുടെ കവിതകൾ എന്നാണ് ആ കവിതാ സമാഹാരത്തിൻ്റെ പേര്. 2002 പുരസ്കാരം അദ്ദേഹത്തിനായിരുന്നു. 2003 ആലാഹയുടെ പെൺമക്കൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി. വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് ആലാഹ. അതിനോടൊപ്പം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു 2003. 2004 സക്കറിയ അവാർഡിന് അർഹനായി. സക്കറിയയുടെ കഥകളാണ് അവാർഡിന് അർഹമായ കൃതി. സക്കറിയയുടെ കഥകൾ. 2005 കാക്കനാടന് ജാപ്പന പുകയില എന്ന കൃതിക്ക് കാക്കനാടന് പുരസ്കാരം ലഭിക്കുന്നു. 2006 ലഭിച്ചിരിക്കുന്നത് M സുകുമാരനാണ്. ചുവന്ന ചിഹ്നങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം. ചുവന്ന ചിഹ്നങ്ങൾ എന്ന കൃതിക്ക് M സുകുമാരന് പുരസ്കാരം ലഭിച്ചു. 2007 സേതുവിന് വയലാർ അവാർഡ് ലഭിച്ച അതേ കൃതിക്ക് തന്നെയാണ് പുരസ്കാരം. അടയാളങ്ങൾ എന്ന നോവലിനാണ് സേതുവിന് 2007 കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ചത്. 2008 KP അപ്പന് മധുരം നിൻ്റെ ജീവിതം, അത് ഉപന്യാസ സമാഹാരമാണ്. മധുരം നിൻ്റെ ജീവിതം KP അപ്പന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തു. 2009 UA ഖാദറിന് തൃക്കോട്ടൂർ പെരുമ എന്ന നോവലൈറ്റിന് പുരസ്കാരം ലഭിക്കുന്നു. തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്ന രീതിയിൽ തന്നെയാണ് UA ഖാദർ അറിയപ്പെടുന്നത്. 2009 പുരസ്കാരം തൃക്കോട്ടൂർ പെരുമയ്ക്കായിരുന്നു. 2010 MP വീരേന്ദ്രകുമാറിന് വയലാർ അവാർഡ് ലഭിച്ച അതേ കൃതിക്കാണ് ലഭിച്ചത്. ഹൈമവധ ഭൂവിൽ എന്ന സഞ്ചാര സാഹിത്യ കൃതിക്ക് തന്നെയാണ് 2010 പുരസ്കാരം ലഭിച്ചത്. 2011 MK സാനുവിന് ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി MK സാനു മാഷിന് ലഭിച്ചു. അദ്ദേഹത്തിന് വയലാർ ലഭിച്ചത് ഞാൻ പറഞ്ഞിരുന്നു. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതിക്കാണ്. 2012 K സച്ചിദാനന്ദന് മറന്നുവെച്ച വസ്തുക്കൾ, കവിതയാണ്, മറന്നുവെച്ച വസ്തുക്കൾ എന്ന കൃതിക്ക് പുരസ്കാരം ലഭിച്ചു. 2013 MN പാലൂര് കഥയില്ലാത്തവൻ്റെ കഥ എന്ന കൃതി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. MN പാലൂരിന് അതിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2014 സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യന് ഒരാമുഖം നോവൽ പുരസ്കാരം നേടി. ഈ നോവല് വയലാർ അവാർഡ് നേടിയത് പറഞ്ഞിരുന്നല്ലോ. വയലാർ അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇനി കേരള സാഹിത്യ അക്കാദമി പറയുമ്പോൾ ഈ കൃതികളൊക്കെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയവയാണ്. അതുകൂടി അതിൻ്റെ കൂടെ പറയാം. 2015 KR മീരയ്ക്ക് ആരാച്ചാർക്ക് പുരസ്കാരം ലഭിച്ചു. ആരാച്ചാർ എന്ന കൃതി വയലാർ അവാർഡിന് അർഹമായതാണ്. KR മീരയ്ക്ക് 2015 പുരസ്കാരം നേടിക്കൊടുത്തു. 2016 പ്രഭാവർമ്മയുടെ ശ്യാമമാധവത്തിനാണ് പുരസ്കാരം. 2016 പ്രഭാവർമ്മയുടെ ശ്യാമമാധവം വയലാർ അവാർഡ് നേടിയ കൃതിയാണ് ശ്യാമമാധവം. 2017 KP രാമനുണ്ണിയുടെ ദൈവത്തിൻ്റെ പുസ്തകം, അദ്ദേഹത്തിന് വയലാർ കിട്ടിയത് ജീവിതത്തിൻ്റെ പുസ്തകത്തിനാണ്. ദൈവത്തിൻ്റെ പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് KP രാമനുണ്ണിക്ക് ലഭിക്കുന്നു. 2018 S രമേശൻ നായർക്ക് ഗുരുപൗർണമി, അത് കവിതയാണ്, ഗുരുപൗർണമി എന്ന കവിതയ്ക്ക് S രമേശൻ നായർക്ക് പുരസ്കാരം ലഭിച്ചു. 2019 V മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കവിതയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിക്കുന്നു. 2019 മധുസൂദനൻ നായർക്ക് അച്ഛൻ പിറന്ന വീട് എന്ന കവിതാ സമാഹാരത്തിന് പുരസ്കാരം ലഭിച്ചു. 2020 ഓംചേരി NN പിള്ളയ്ക്ക് ആകസ്മികം എന്ന ഓർമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ചു. 2020
ഓംചേരി NN പിള്ള ആകസ്മികം എന്ന കൃതിക്ക് അവാർഡിന് അർഹമായി. ജോർജ് ഓണക്കൂറിനാണ് 2021 പുരസ്കാരം. ഹൃദയരാഗങ്ങൾ ഓർമ്മയാണ്. ഹൃദയരാഗങ്ങൾ എന്ന ഓർമ്മയ്ക്ക് പുരസ്കാരം ലഭിച്ചു. 2022 M തോമസ് മാത്യുവിന് ആശാൻ്റെ സീതായനം എന്ന കൃതി, നിരൂപണ കൃതിയാണ്, അതിന് M തോമസ് മാത്യുവിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2023 EV രാമകൃഷ്ണന് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ പഠനമാണ്. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്ക് EV രാമകൃഷ്ണന് പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഇത്രയുമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളുടെ ഗണവും അതിൻ്റെ വർഷവും അത് ലഭിച്ച വ്യക്തികളും സാഹിത്യകാരന്മാരായിട്ടുള്ളവരും വരുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ജ്ഞാനപീഠം അവാർഡ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുന്നെങ്കിൽ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത UGC നെറ്റ് എക്സാം നടക്കുന്നത് സെപ്റ്റംബർ 2-നാണ്. അതിന് ഇപ്പോൾ ജൂണിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്ന എക്സാമാണ് നടക്കാൻ പോകുന്നത്. നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ഒരുപാട് വീഡിയോകൾ ഞാനിപ്പോൾ ചെയ്തിടുന്നുണ്ട്. അത് കേട്ട് പഠിച്ച് കൃത്യമായിട്ട് റിവിഷൻ നടത്തി നിങ്ങൾ പരീക്ഷകൾ എഴുതുക. വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അടുത്ത വീഡിയോയിൽ കാണാം.